പെട്ടെന്ന് ഒരു അത്ഭുതം സംഭവിക്കുകയായിരുന്നു. അവരെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന വിവരമാണ് വിശ്വാസികളിൽ നിന്ന് പിന്നീട് ലഭിച്ചത്. ഗൗരവമായ കർത്തവ്യ ലോപമാണെന്ന് തിരിച്ചറിഞ്ഞ വിശുദ്ധന് കുറ്റബോധം ഉണ്ടാവായിരുന്നു. പ്രസംഗ പീഠത്തിൽ തന്നെ അദ്ദേഹം ശിരസ് നമിച്ചു നിന്നു. ലിംകോസ് എന്ന സ്ഥലത്ത് വളർന്നു വന്ന ഫ്രാൻസിസ്കൻ സഭയുടെ വളർച്ചയ്ക്കും ആത്മീയ ഉന്നമനത്തിനുമായിട്ട് സഭാ തീഷ്ണമതിയായ അന്തോണിയെ സഭയുടെ സുപ്പീരിയറായിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു. അദ്ദേഹം സുപ്പീരിയറായി സഭയ്ക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന വർഷത്തിൽ പെസഹ വ്യാഴാഴ്ച കാർജീവ് എന്ന സ്ഥലത്ത് വിശുദ്ധ പത്രോസിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയിൽ പെസഹ തിരുനാളിന് ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് വരുന്ന വിശ്വാസികളോട് ദൈവവചനം പ്രഘോഷിക്കുവാനായിട്ട് അദ്ദേഹത്തെ സ്ഥലം വികാരി നിർബന്ധിച്ചു. ദൈവവചന പ്രഘോഷണം തൻ്റെ ജീവശ്വാസമായിട്ട് കരുതിയിരുന്ന അന്തോണിക്ക് സഭയുടെ സുപ്പീരിയർ എന്ന നിലയ്ക്ക് അതേസമയം തൻ്റെ ആശ്രമ ദേവാലയത്തിൽ സഹോദരർ ഒരുമിച്ച് കൂടി നടത്തുന്ന തിരുക്കർമ്മത്തിൽ സുപ്പീരിയർ എന്ന നിലയിൽ സങ്കീർത്തന വായനയ്ക്ക് നേതൃത്വം നൽകേണ്ടിയിരുന്നു. എന്നാൽ ദൈവവചന പ്രഘോഷണത്തിന് ലഭിക്കുന്ന ഒരവസരവും പാഴാക്കാത്ത അന്തോണി സെൻറ്റ് പീറ്റർ ദേവാലയത്തിലെ വികാരിയുടെ അഭ്യർത്ഥന മാനിച്ച് ആയിരക്കണക്കിന് വരുന്ന വിശ്വാസികളോട് ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചിട്ട് പ്രഘോഷിക്കുവാനായിട്ട് പുറപ്പെടുമായിരുന്നു. ദൈവവചന പ്രഘോഷണം മറ്റെന്തിനേക്കാളും വിശുദ്ധന് അത്രയും പ്രധാനപ്പെട്ടതായിരുന്നു. അതേസമയം തന്നെ ആശ്രമത്തിൻ്റെ ദേവാലയത്തിൽ സഹോദരങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥനകൾ ആരംഭിച്ചു. സഭയുടെ സുപ്പീരിയർ എന്ന നിലയിൽ വിശുദ്ധ അന്തോണി നേതൃത്വം നൽകേണ്ട സങ്കീർത്തന ഭാഗങ്ങളിൽ എത്തിച്ചേർന്നപ്പോൾ പെട്ടെന്ന് ഒരു അത്ഭുതം സംഭവിക്കുകയായിരുന്നു. തങ്ങളുടെ പ്രിയങ്കരനായ സുപ്പീരിയർ പെട്ടെന്ന് ദേവാലയത്തിലേക്ക് കടന്നു വരികയും സങ്കീർത്തന പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. അന്തോണിയച്ചൻ കാർജിവോയിലേക്ക് പോയിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയിരുന്ന മറ്റ് വൈദികരും സഹോദരങ്ങളും അത്ഭുതപ്പെട്ടു. താൻ നേതൃത്വം നൽകേണ്ട പ്രാർത്ഥനകൾ അവസാനിച്ചതിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് തന്നെ ദേവാലയത്തിന് പുറത്തു പോകുന്നത് സഹോദരങ്ങൾ നോക്കി നിന്നു. ഇതേ സമയം തന്നെ കാർജിവോയിൽ പ്രസംഗിക്കുവാനായിട്ട് തങ്ങളുടെ സുപ്പീരിയർ നിയുക്തനായിരുന്നുവെന്ന് മനസ്സിലാക്കിയ സഹോദരർ അദ്ദേഹം അവിടെ എത്തിയോ എന്ന് അന്വേഷിച്ചു. അവരെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന വിവരമാണ് സെൻറ്റ് പീറ്റർ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരുന്ന വിശ്വാസികളിൽ നിന്ന് പിന്നീട് ലഭിച്ചത്. തങ്ങളുടെ ദേവാലയത്തിലെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന സമയം തന്നെ വിശുദ്ധൻ ജനങ്ങൾക്ക് വചനപ്രഘോഷണം നൽകിയിരുന്നെന്നാണ് പറയപ്പെടുന്നത്. ആ സമയം അദ്ദേഹത്തിൻ്റെ മുഖം ഒരു മാലാഖയുടേതുപോലെ ശോഭയുണ്ടായിരുന്നെന്നും തീഷ്ണത നിറഞ്ഞ വചനപ്രഘോഷണമായിരുന്നെന്നുമാണ് പറയപ്പെടുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട സുപ്പീരിയർ ഒരേ സമയം തന്നെ 2 സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ദൈവത്തിൻ്റെ പ്രത്യേക കാരുണ്യത്താലാണെന്ന് ആ സഹോദരരെ വിശ്വസിച്ചു. ഒരേ സമയം 2 സ്ഥലത്ത് കാണപ്പെട്ട മറ്റൊരു സംഭവം കൂടി വിശുദ്ധൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മൊണ്ടെവില്ലർ എന്ന സ്ഥലത്തെ തിരുനാളിനോടനുബന്ധിച്ച് തടിച്ചുകൂടിയ 100 കണക്കിന് വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും വിശ്വാസികളുടെയും ഇടയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയായിരുന്നു. ആഴമായ ദൈവശാസ്ത്ര മേഖലയാണ് അദ്ദേഹം അവരുമായി പങ്കുവച്ചത്. അപ്പോഴാണ് തൻ്റെ സമൂഹത്തിൽ നടക്കുന്ന ബലിയിൽ താനാണ് പ്രഘോഷണ ഗീതം പാടുവാൻ നിയുക്തനായിരിക്കുന്നതെന്ന കാര്യം വിശുദ്ധൻ്റെ ഓർമ്മയിൽ വന്നത്. ഇതേ സമയം തന്നെ ആശ്രമ ദേവാലയത്തിലും ദിവ്യബലി നടക്കുന്ന സമയമായിരുന്നു. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം താൻ മറ്റാരെയും ഏൽപ്പിച്ചിട്ടില്ല. അത് തൻ്റെ ഗൗരവമായ കർത്തവ്യ ലോപമാണെന്ന് തിരിച്ചറിഞ്ഞ വിശുദ്ധന് കുറ്റബോധം ഉണ്ടാവായിരുന്നു. പ്രസംഗത്തിനിടയിൽ അദ്ദേഹം കുറച്ചു നേരത്തേക്ക് നിശബ്ദനായി. പ്രസംഗ പീഠത്തിൽ തന്നെ അദ്ദേഹം ശിരസ് നമിച്ചു നിന്നു. തൻ്റെ മേൽവസ്ത്രം അദ്ദേഹം ശിരസ് മറയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഏതാനും സമയം അദ്ദേഹം ശാന്തമായി ഉറങ്ങുന്ന ഒരു കുഞ്ഞിനെ പോലെ മിഴികൾ ഇങ്ങനെ കണ്ണടച്ചു നിന്നു. വിശുദ്ധൻ പ്രസംഗപീഠത്തിൽ മിഴികൾ പൂട്ടി നിൽക്കുന്ന അതേസമയം അദ്ദേഹം ആശ്രമ ദേവാലയത്തിലെ വചന പ്രഘോഷണ ഗീതം ഭംഗിയായിട്ട് ആലപിക്കുന്നുണ്ടായിരുന്നെന്നാണ് ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഏതാനും മിനിറ്റുകൾ നീളുന്ന നിശബ്ദതയ്ക്ക് ശേഷം തൻ്റെ ദേവാലയത്തിൽ ഹല്ലേലൂയ ഗീതത്തിന് ശേഷം അദ്ദേഹം പഴയതുപോലെ തീഷ്ണതയോടെ വചനം പ്രഘോഷിക്കാൻ തുടങ്ങി എന്നാണ് പറയപ്പെടുന്നത്. പല വിശുദ്ധരുടെയും ജീവിതത്തിൽ ഇതുപോലെ സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ അംബ്രോസിനെ വാഴ്ത്തപ്പെട്ട മാർട്ടിൻ്റെ ശവസംസ്കാരത്തിൽ അത്ഭുതകരമായി പങ്കെടുപ്പിച്ചതും വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയെക്കുറിച്ചിട്ട് പ്രസംഗിച്ചു കൊണ്ടിരുന്ന വിശുദ്ധ ഫ്രാൻസിസിനെ അതേസമയം തന്നെ ആർസ്ലിയിലെ സഭാ ചർച്ചിൽ ദൈവം എത്തിച്ചതും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സമാനമായിട്ടുള്ള സംഭവങ്ങളാണ്.